SSLC ഫലപ്രഖ്യാപനം മറ്റന്നാൾ തന്നെ നടത്താനുള്ള സാധ്യതകൾ പരിശോധിക്കുകയാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ്. ചീഫ് സെക്രട്ടറിയുമായി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ആശയവിനിമയം നടത്തി കഴിഞ്ഞു. ഇന്ന് ചേരുന്ന പരീക്ഷാ ബോർഡ് യോഗത്തിൽ അന്തിമ തീരുമാനമെടുക്കാനാണ് സാധ്യത. മേഘ്ന മുരളി തിരുവനന്തപുരത്ത് ഈ വാർത്തയുടെ അപ്ഡേറ്റുമായി ചേരുന്നു. പറയൂ മേഘ്ന. മന്ത്രിസഭാ രൂപീകരണം വൈകുന്നതുകൊണ്ട് തന്നെ എല്ലാ മേഖലകളിലും ഒരു ഭരണസ്തംഭനമുണ്ട്. ഇത് തന്നെയാണ് വിദ്യാഭ്യാസ മേഖലയിലും അതുമായി ബന്ധപ്പെട്ട SLC പരീക്ഷാ ഫല പ്രഖ്യാപനത്തിലും തെളിയുന്നത് എന്നുള്ളതാണ്. അതിൽ മെയ് 15-ന് ഫലം പ്രഖ്യാപിക്കുമെന്ന മുൻ മന്ത്രിയായിട്ടുള്ള വി ശിവൻകുട്ടി മുന്നേ തന്നെ പ്രഖ്യാപിച്ചതാണ്. പക്ഷേ ഇതിൽ ഒരു മന്ത്രി ഇല്ലാത്തതും അത് നയിക്കാൻ ഒരാളില്ലാത്തതും കൊണ്ട് തന്നെ ഒരറിയിപ്പും ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇന്നലെ വരെ വന്ന വിവരം. പക്ഷേ ഇപ്പോൾ വിദ്യാർത്ഥികളുടെ ഭാവി സുരക്ഷിതമാക്കാൻ അതുപോലെ തന്നെ ഈ ഫലം വൈകുകയാണെങ്കിൽ +1 അഡ്മിഷൻ അടക്കം അത് ബാധിക്കും. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച തന്നെ 15-ന് തന്നെ ഫലം പ്രഖ്യാപിക്കാനുള്ള നീക്കങ്ങളാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് വരുന്നത് എന്നുള്ളതാണ്. അങ്ങനെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ചീഫ് സെക്രട്ടറിയുമായി ഒരു ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം ഒരു പരീക്ഷാ ബോർഡ് യോഗം നടക്കുന്നുണ്ട്. അതിൽ ഈ മൂല്യനിർണ്ണയത്തിന്റെ അന്തിമ അംഗീകാരവും അതുപോലെ തന്നെ ഈ തീയതി സംബന്ധിച്ച് ഒരു പ്രഖ്യാപനവും ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മെയ് 15-ന് തന്നെ പരീക്ഷാഫലം പ്രഖ്യാപിക്കാനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത്. അതിൽ നേരത്തെ തന്നെ പറഞ്ഞിരുന്നത് ഈ മൂല്യനിർണ്ണയം പൂർത്തിയായിട്ടുണ്ട്, മറ്റ് എല്ലാ ചിട്ടാവട്ടങ്ങളും ക്രമീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട്, പരീക്ഷ പ്രഖ്യാപിക്കുക മാത്രമാണ് വേണ്ടത്. അത് മന്ത്രി ഇല്ലാത്തൊരു സാഹചര്യത്തിൽ മന്ത്രി പ്രഖ്യാപിക്കാതെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഇത് പ്രഖ്യാപിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. 2021-ലും സമാനമായൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയാണ് പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചത്. എന്നാൽ ഇപ്പോൾ സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയുടെ ആ ഒരു പോസ്റ്റ് കൂടി ഒഴിവാണ് എന്നുള്ളതാണ്. അങ്ങനെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഫലം പ്രഖ്യാപിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. വെള്ളിയാഴ്ച തന്നെ ഫലം പ്രഖ്യാപിക്കാനുള്ള ഒരു നീക്കമാണ് നടത്തുന്നത്. അതിന്റെ പ്രഖ്യാപനം ഇന്ന് വൈകിട്ട് 3 മണിയോടുകൂടി ഉണ്ടാകുമെന്നുള്ളതും മനസ്സിലാക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.